ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദികൾക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. യൂറോപ്പിലെങ്ങും ക്രിസ്തുമതം അതിൻ്റെ എല്ലാ പ്രഭാവങ്ങളോടും കൂടി ഉന്നതമായി നിലകൊണ്ട 14-15 നൂറ്റാണ്ടുകളിൽ മതവ്യാപനത്തോടൊപ്പം കോളനി വിപുലീകരണവും മുന്നിൽ കണ്ട് കടലിനക്കരെയുള്ള കാണാമിടങ്ങളിലേക്ക് തങ്ങളുടെ നാവികപ്പടകളെ അയക്കാൻ യൂറോപ്പിലെ രാജ്യങ്ങൾ ഔത്സുക്യം കാട്ടി. 1497 കുറച്ച് ക്രിസ്ത്യൻ പാദ്രിമാർക്കൊപ്പം പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്ന് ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി കിഴക്കൻ തീരത്തേക്ക് ഒരു പുതിയ കടൽപാത വെട്ടിത്തുറന്ന് പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ 1498 കോഴിക്കോട്ട് കപ്പലിറങ്ങി. ഗബ്രിയൽ എന്നായിരുന്നു വാസ്കോ ഡ ഗാമയും സംഘവും സഞ്ചരിച്ച കപ്പലിന്റെ പേര്. ഗാമ കോഴിക്കോട് കപ്പലിറങ്ങുമ്പോൾ അവർ ഏതാണ്ട് 13,000 നാഴിക ദൂരം പിന്നിട്ടിരുന്നു. ഗാമയുടെ പാത പിന്തുടർന്നുകൊണ്ട് പെഡ്രോ അൽവാരിസ് കബ്രാലിന്റെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ പോർച്ചുഗീസ് കപ്പൽ 1500 ഡിസംബർ 24 കൊച്ചിയിൽ കപ്പലിറങ്ങി. ഒപ്പം 9 പുരോഹിതന്മാരും 8 ഫ്രാൻസിസ്കൻ സന്യാസിമാരും കൊച്ചിയുടെ മണ്ണിൽ കാലുകുത്തി. അന്ന് കൊച്ചി ഭരിച്ചിരുന്നത് ഗോദവർമ്മ ഒന്നാമനായിരുന്നു. ഗോദവർമ്മ രാജാവ് പോർച്ചുഗീസ് നാവികരെ ഊഷ്മളമായി സ്വീകരിച്ചു. തന്റെ രാജ്യത്ത് പ്രവർത്തിക്കുന്നതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഗോദവർമ്മ വാഗ്ദാനം ചെയ്തു. ഈ സമയം തന്നെ പുരോഹിതർ തങ്ങളുടെ സുവിശേഷ വൃത്തി തുടങ്ങുകയും ചെയ്തിരുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ, പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ആയിരത്തി 1503 പോർച്ചുഗലിൽ നിന്ന് ഫ്രാൻസിസ്കോ ഡി അൽബുക്കർക്ക് കൊച്ചിയിലെത്തി. ഈ സമയം കൊച്ചി രാജ്യവും സാമൂതിരിയും തമ്മിൽ യുദ്ധത്തിലേർപ്പെട്ട വേളയായിരുന്നു. അൽബുക്കർക്കിന്റെ നേതൃത്വത്തിൽ സാമൂതിരിയെ പരാജയപ്പെടുത്തുകയും വൈപ്പിൻ ദ്വീപിലേക്ക് പലായനം ചെയ്ത ഗോദവർമ്മയെ തിരിച്ചെത്തിക്കുകയും ചെയ്തു. ഈ നന്ദിയും കടപ്പാടും പ്രകടിപ്പിക്കുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു കോട്ടയും ഒരു പള്ളിയും നിർമ്മിക്കാനുള്ള അവകാശം ഗോദവർമ്മ നൽകി. സ്വർഗത്തിനോ സ്വർഗാതിസ്വർഗത്തിനു പോലുമോ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവിടത്തേക്ക് ആലയം പണിയുവാൻ ആർക്കു കഴിയും? സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കാൻ ഒരു മന്ദിരം എന്നതിൽ കവിഞ്ഞ് അവിടത്തേക്ക് ആലയം പണിയുവാൻ ഞാൻ ആരാണ്? 1505 ആദ്യ പോർച്ചുഗീസ് വൈസ്രോയായ ഫ്രാൻസിസ്കോ ഡി അൽമേഡ കൊച്ചിയിലെത്തി. ചുണ്ണാമ്പും ചാന്തും കല്ലും ഉപയോഗിച്ച് കെട്ടിടം ഉയർത്തുകയെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ദൗത്യം. അത് സമീപവാസികളുടെ എതിർപ്പിന് കാരണമായി. കൊട്ടാരമോ അമ്പലമോ അല്ലാതെ അത്തരമൊരു കെട്ടിടത്തിന് നാട്ടുകാർ താൽപ്പര്യം പ്രകടിപ്പിച്ചില്ല. എങ്കിലും രാജാവിന്റെ പ്രത്യേക അനുവാദം നേടിയ അൽമേഡ പള്ളി നിർമ്മാണവുമായി മുന്നോട്ടുപോയി. 12-ലധികം തവണ സെന്റ് ഫ്രാൻസിസും സംഘവും കൊച്ചി സന്ദർശിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ സന്ദർശന വേളയിൽ പോർച്ചുഗീസ് സന്യാസിമാർ നിർമ്മിച്ച സെന്റ് ആന്റണീസ് ചർച്ചായിരുന്നു താവളമാക്കിയിരുന്നത്. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കിയിട്ടുള്ളതും ഈ പള്ളിയിൽ തന്നെയാണ്. മഹത്തായ ശക്തി അവിടത്തേക്ക് അധീനമാണ്. അങ്ങയുടെ ഭുജബലത്തെ ചെറുക്കാൻ ആർക്ക് കഴിയും? ലോകം അങ്ങയുടെ മുൻപിൽ ത്രാസിലെ തരി പോലെയും പ്രഭാതത്തിൽ ഉതിർന്നു വീഴുന്ന ഹിമകടം പോലെയുമാണ്. 1663 ഡച്ചുകാരുടെ പടയോട്ടം കൊച്ചിയെയും കൈപ്പിടിയിലൊതുക്കി.
എല്ലാ കത്തോലിക്ക സ്ഥാപനങ്ങളും അവർ അടിച്ചു തകർത്തു. സാന്താക്രൂസ് പള്ളി ആയുധങ്ങളും വെടിമരുന്നും സൂക്ഷിക്കാനുള്ള സൂക്ഷിപ്പ് സ്ഥലമാക്കി. എന്നാൽ 1795 ബ്രിട്ടീഷ് പട്ടാളം ഡച്ചുകാരെ കീഴടക്കിയപ്പോൾ അവർ സാന്താക്രൂസ് പള്ളി തല്ലിത്തകർത്തു. 1838 മുതലുള്ള കൊച്ചി രൂപതയുടെ ഇരുണ്ട യുഗത്തിന് ശേഷം 1887 മുതൽ സാന്താക്രൂസ് പള്ളി പുനർനിർമ്മിക്കാനുള്ള യത്നങ്ങൾ ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ തകർത്തു കളഞ്ഞ സാന്താക്രൂസ് കത്തീഡ്രൽ ദേവാലയം പുതുക്കി പണിയുവാനായിട്ടുള്ള ദൗത്യം ഏറ്റെടുത്തത് 1887 കൊച്ചിയുടെ മെത്രാനായി വന്ന ദോം ജോൺ ഗോമസ് ഫെരൈര എന്ന മെത്രാനായിരുന്നു. ദേവാലയം പുതുക്കി പണിയുവാനായിട്ട് അതിന് ധനസഹായത്തിന് വേണ്ടിയിട്ട് യൂറോപ്പിലേക്ക് യാത്രയാവുകയും സാമ്പത്തിക സഹായം തേടിപ്പോയ സന്ദർഭത്തിൽ നിർഭാഗ്യവശാൽ പുതുക്കി പണിതുകൊണ്ടിരുന്ന ഈ കത്തീഡ്രൽ ദേവാലയം തകർന്നു വീണ ഒരു ദുഃഖവാർത്തയാണ് അദ്ദേഹത്തിന് കേൾക്കുവാൻ സാധിച്ചത്. അതോടുകൂടെ ഹൃദയാഘാതത്തെ തുടർന്ന് ഈ മെത്രാൻ മരിക്കുകയുണ്ടായി. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. ബിഷപ്പ് മാത്യൂസ് ഒലീവെറിയ സേവ്യറിന്റെ കാലത്തോടെ സാന്താക്രൂസ് പള്ളി യാഥാർത്ഥ്യമായി. 1905 നവംബർ 19 ദാമൻ ബിഷപ്പ് സെബാസ്റ്റ്യൻ ജോസ് പെരേരയുടെ കാർമ്മികത്വത്തിൽ പുതിയ സാന്താക്രൂസ് പള്ളിയുടെ വെഞ്ചരിപ്പ് കർമ്മം നടന്നു. ആണ്ടോടെ പോർച്ചുഗീസ് ഭരണം അതിനകം സ്വതന്ത്രമായ ഇന്ത്യയിൽ നിന്നും ഇല്ലാതായി. കൊച്ചിയെ 4 നൂറ്റാണ്ടിലധികം സഭാധികാരത്തിൽ വെച്ച പോർച്ചുഗീസ് സഭയിൽ നിന്നും കൊച്ചി രൂപത വേറിട്ടു. പോപ്പ് ജോൺ പോൾ രണ്ടാമനാണ് സാന്താക്രൂസ് ദേവാലയത്തിന് ബസിലിക്ക എന്ന വിശേഷണം നൽകിയത്. ബസിലിക്ക എന്ന വാക്ക് ഗ്രീക്കിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ചരിത്രപരമായ പ്രാധാന്യമുള്ള പഴക്കമേറിയ ദേവാലയം എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം. 1984 ശേഷം സാന്താക്രൂസ് ബസിലിക്ക എന്ന പേരിൽ ഈ ദേവാലയം അറിയപ്പെട്ടു. The Santa Cruz Basilica Cathedral is very particular in its significance because it is both a cathedral and a basilica. A cathedral because it is the seat of a bishop and continues to be the seat of a bishop. And it was raised to the status of a basilica due to its architectural excellence and its historical importance. ചരിത്രകാലം മുതലേ കൊച്ചി രൂപതാധ്യക്ഷന്റെ ദേവാലയമായ സാന്താക്രൂസ് ബസിലിക്ക കൊച്ചി കേന്ദ്രമാക്കിയുള്ള സമ്പന്നമായ ഒരു കത്തോലിക്ക ജീവിതത്തിന്റെ ചരിത്രത്തെയാണ് ഇന്നും വിളംബരം ചെയ്യുന്നത്. കത്തോലിക്ക സഭയുടെ ആരാധനയുടെ അടിസ്ഥാന രൂപം കുർബാനയാണ്. കുർബാന തിരുവത്താഴ കൂദാശ ആഘോഷിക്കുന്നതാണ്. കത്തോലിക്ക മതത്തിൽ 7 കൂദാശകളാണുള്ളത്. മാമോദീസ, കുംഭസാരം, വിശുദ്ധ കുർബാന, വിവാഹം, ഗുരുപ്പട്ടം, സ്ഥൈര്യലേപനം, അന്ത്യകൂദാശ എന്നിവയാണവ. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും വിശുദ്ധമായ ഒരു പുനർനിർവഹണമായും അതുപോലെ തന്നെ യേശുവിൻ്റെ ശരീരവും രക്തവും അഥവാ അപ്പവും വീഞ്ഞും ദൈവത്തിന് അർപ്പിക്കപ്പെടുന്ന ഒരു യഥാർത്ഥ ബലിയായും പരിഗണിക്കപ്പെടുന്ന കൂദാശയാണ് കുർബാന.
ഈ ബസിലിക്കയുടെ പ്രത്യേകമായിട്ടുള്ള ജനങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യം ക്രൈസ്തവ വിശ്വാസികൾ പോർച്ചുഗീസുകാരുടെ കാലം മുതൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. വിശ്വാസത്തിൽ ആഴമായ ഭക്തിയാണ് ഇവർക്കുള്ളത്, ആഴമായ ചൈതന്യമാണ് ഇവിടെ ഉള്ളത്. ആ ചൈതന്യത്താൽ നിറഞ്ഞാണ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. ഗോഥിക് വാസ്തുശില്പ മാതൃകയിലാണ് ഈ ദേവാലയം പണിതിട്ടുള്ളത്. ഇവിടുത്തെ കമാനാകൃതിയിലുള്ള ഭിത്തികളും ചിത്രശില്പരൂപങ്ങളുടെ മനോഹാരിതയും ഈ ദേവാലയത്തിലേക്ക് വിശ്വാസികളെയും സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. മധ്യകാലഘട്ടത്തിൽ പശ്ചിമ യൂറോപ്പിലും മധ്യ യൂറോപ്പിലും വികാസം പ്രാപിച്ച വാസ്തുശില്പവിദ്യയാണ് ഗോഥിക് എന്നറിയപ്പെടുന്നത്. ഈ കലയുടെ ഏറ്റവും മഹത്തായ മാതൃകകളാണ് ഉത്തര യൂറോപ്പിലെ വലിയ കത്തീഡ്രലുകളിൽ കാണപ്പെടുന്നത്. ശില്പകലയെ വാസ്തുവിദ്യയുമായി ബന്ധിപ്പിക്കുകയും കത്തീഡ്രലുകളും മതസ്ഥാപനങ്ങളുടെ മറ്റ് കെട്ടിടങ്ങളും അലങ്കരിക്കാൻ അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. 12-13 നൂറ്റാണ്ടുകളിലെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഭീമാകാരമായ കെട്ടിട നിർമ്മാണം സാധ്യമാക്കിയതോടെ പ്രകൃതിദത്തമായ വെളിച്ചം ലഭിക്കുമാറ് ഉയരം കൂട്ടുന്നതിന് വളഞ്ഞ മേൽത്തട്ടും താങ്ങു ചുമരുകളും സൂചിമുന പോലുള്ള ആർച്ചുമാണ് ഗോഥിക് ശൈലിയുടെ സവിശേഷത. ചായപ്പണി ചെയ്ത കണ്ണാടി ജനാലകൾ സൂര്യപ്രകാശത്തിൽ കൂടുതൽ ആകർഷകമായി എന്നതാണ് ഈ കലയുടെ പ്രത്യേകത. ഗോഥിക് കലയുടെ പ്രത്യേകതകളെല്ലാം ഉൾക്കൊണ്ട് ആദ്യമായി നിർമ്മിച്ച കെട്ടിടങ്ങളിലൊന്നാണ് പാരീസിലെ സെന്റ് ഡെനീസ് പള്ളി. ജനതകൾ അവൻ്റെ വിജ്ഞാനം പ്രഘോഷിക്കും, സമൂഹം അവൻ്റെ സ്തുതി ഉദ്ഘോഷിക്കും. സാന്താക്രൂസ് ദേവാലയത്തിൽ കാണുന്ന അന്ത്യ അത്താഴമടക്കമുള്ള പെയിന്റിങ്ങുകളും ക്രിസ്തുദേവന്റെ പീഡാനുഭവങ്ങളും രചിച്ചത് ബ്രദർ ആന്റോണിയോ മൊഷീനി എന്ന അനുഗ്രഹീത ചിത്രകാരനാണ്. 1854 ഇറ്റലിയിൽ ജനിച്ച മൊഷീനി മൈക്കൽ ആഞ്ചലോ, റാഫേൽ തുടങ്ങിയ പ്രമുഖ ചിത്രകാരന്മാരുടെ പ്രസിദ്ധ രചനകളെ പുനഃസൃഷ്ടിച്ചതിലൂടെയാണ് പ്രസിദ്ധനായത്. ദൈവപ്രചാരകനായി മാറുന്നതിനു മുൻപ് മൊഷീനി 2 തവണ ചിത്രപ്രദർശനം സംഘടിപ്പിക്കുകയുണ്ടായി. സാന്താക്രൂസ് ദേവാലയത്തിൽ എത്തുന്നതിനു മുൻപ് ഇറ്റലി, അൽബേനിയ, യൂഗോസ്ലാവിയ, ബോംബെ, മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ ദേവാലയങ്ങളിൽ തന്റെ കലാചാതുരി രേഖപ്പെടുത്തി. തന്റെ 50ാമത്തെ വയസ്സിൽ സാന്താക്രൂസ് ദേവാലയത്തിലെ ചിത്രരചന പൂർത്തിയാക്കിയതിനു ശേഷം കൊച്ചിയിൽ വെച്ച് കർത്താവിൽ നിദ്ര പ്രാപിക്കുകയായിരുന്നു. സാന്താക്രൂസ് ബസിലിക്കയിലെ അൾത്താരയിൽ തന്നെയാണ് ദേവാലയത്തിലെ ആദ്യത്തെ പോർച്ചുഗീസ് ബിഷപ്പ് ഡോം ജോസ് ബെൻഡോ മാർട്ടിൻസ് റിബേറോയും തൊട്ടടുത്തായി ബിഷപ്പുമാരായ ഡോക്ടർ അലക്സാണ്ടർ എടേഴത്തും ഡോക്ടർ ജോസഫ് കുരീത്തറയും അന്ത്യവിശ്രമം കൊള്ളുന്നത്. വളരെ വിപുലമായ പരിപാടികളോടെ കൊണ്ടാടിയ 500ാം വാർഷികം ഇവിടുത്തെ വിശ്വാസികളുടെ മനസ്സിൽ എന്നും ഹരിതാഭമായ ഓർമ്മകൾ ഉണർത്താൻ പോന്നതായിരുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുത്തെ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്.
are the English choir of the Santa Cruz Basilica. We started singing for the English Mass here about 15 years ago, but we have 2 colleagues here who have been singing longer than that. I happened to join here in 1991. We were the first to bring in the English beat Mass here. Apart from singing for every Sunday English Mass, we sing for funerals, which is free. ഇംഗ്ലീഷ് മാസ് പോലെ തന്നെ വിശേഷ ദിവസങ്ങളിൽ ലാറ്റിൻ ക്വയറും സാന്താക്രൂസ് ബസിലിക്കയിൽ നടക്കാറുണ്ട്. Benedictus 500 വർഷത്തെ പ്രൗഢഗംഭീരമായ പാരമ്പര്യം മുതൽക്കൂട്ടായ സാന്താക്രൂസ് ബസിലിക്ക വിശ്വാസികളുടെ മനസ്സിൽ ദൈവസ്നേഹത്തിൻ്റെയും പരസ്പര സാഹോദര്യത്തിൻ്റെയും മെഴുകുതിരി വെളിച്ചം പടർത്തുകയാണ്. പോർച്ചുഗീസ് പാരമ്പര്യത്തിൽ നിന്നും കേരളത്തിൻ്റെ തനതു സാംസ്കാരിക ധാരയിൽ ലയിച്ചു ചേർന്ന ഈ ദേവാലയം വിശ്വാസത്തിൻ്റെ വിളക്ക് വീടായി തൻ്റെ ആധ്യാത്മിക പ്രഭാപൂരം ചുരത്തുന്നു.